ഹായ്, നമുക്കിന്നൊരു വരാല് കറി ഞങ്ങൾക്ക് അഞ്ചും ഞങ്ങളുടെ മീൻ കുളത്തിൽ നിന്ന് വരാലൊക്കെ പിടിക്കുന്ന ഒരു കുറച്ച് വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കുറച്ച് വരാൽ കിട്ടിയായിരുന്നു. നമുക്ക് അതിലൊരു വരാലെടുത്ത് കറി വെക്കുന്നതൊന്ന് കാണാം. എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ തനിയെയാണ് വീഡിയോ പിടിക്കുന്നത്, അതിൻ്റേതായിട്ടുള്ള ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ വീഡിയോയ്ക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതുണ്ടല്ലേ, ഇതൊരെണ്ണം ഒരു 600-700 ഗ്രാമോളം ഉണ്ടായിരുന്ന ഒരു വരാലാണ്. അതിപ്പോൾ നമ്മൾ കണ്ട പൊളിച്ചാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഈ മുളക് കുറച്ച് ഞാൻ അരച്ച് വെച്ചിരുന്ന നമ്മുടെ സാധാ പിരിയമുളകാണ്. അത് കുറച്ചും കൂടെ നന്നായിട്ട് അരയ്ക്കാൻ വേണ്ടി അതും, പിന്നെ ചെറിയ മല്ലി പൊടിയല്ല ഞാൻ എടുത്തിരിക്കുന്നത്. മല്ലി ഒരു സ്വല്പം ചെറുതായിട്ട് ചൂടാക്കി അതിൻ്റെ കൂടെ കുരുമുളക്, പെരുംജീരകം, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സാധാരണ മല്ലിപ്പൊടി ചേർക്കുന്നേക്കാളും ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ കറിക്ക്. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ചട്ടിയിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ചെറിയതായിട്ട് കടുകിന് പകരം സ്വല്പം ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടിപ്പോയാലത് കഴിക്കും. ഉലുവാപ്പൊടി ചേർത്ത് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് നേരെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടാതെ സ്വല്പം അല്ലാതെയുള്ള കുറച്ച് കാശ്മീരി മുളക് പൊടി വെള്ളത്തിൽ കുതിർത്താണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുടംപുളി അറിയാമല്ലോ, കുടംപുളി നല്ല ഒരു ഇച്ചിരി പുളി കൂടുതൽ വേണം വരാല് കറിക്ക്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഈ അരപ്പ് തിളച്ച് വരുമ്പോൾ നമ്മുടെ വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വരാല് കഷ്ണങ്ങളായിട്ട് നല്ല ദശയുള്ള വരാലായിരുന്നു. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളാക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത്, വരാലിൻ്റെ തല അറിയാമല്ലോ, വരാലിൻ്റെ തല എന്ന് പറയുന്നത് വലിയ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള സാധനമാണ്. അതും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കി കഴുകുന്നത് നന്നായിട്ട് വൃത്തിയാക്കി അതിൻ്റെ അകത്ത് ഇതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ചും കൂടെ വെള്ളം ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് ചെറുതീയിൽ ഒന്ന് നന്നായിട്ട് പറ്റിച്ചെടുക്കാം. ഈ വരാൽ കറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. അതുകൂടാതെ ഈ ഓപ്പറേഷനൊക്കെ കഴിയുന്നവർക്കും ഒക്കെ മുറിവ് കൂടാനും ഒക്കെ പറ്റുന്ന ഒരു ഔഷധ ഗുണമുള്ളൊരു മത്സ്യമാണ് വരാൽ. അതുകൂടാതെ പിന്നെ നല്ല രുചിയുള്ള നല്ല നാടൻ വരാലാണ്. സൂപ്പർ കറി കണ്ടില്ലേ. നമുക്കിതിനകത്ത് സ്വല്പം ഇത് ഞാൻ രാവിലെ ഓഫീസിൽ പോകാനുള്ള ധൃതിയിൽ ഉണ്ടാക്കിയ കറിയാണ്.